റോഡ് ബ്ലോക്ക് ആക്കുന്ന കാരണം മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങൾ കടക്കാൻ പറ്റുന്നില്ല. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കാണാതായ റിട്ടയർഡ് അധ്യാപകനായി തിരച്ചിൽ ഊർജിതമാക്കി. 2 ദിവസമായി ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന നാട്ടുകാർക്കിടയിലേക്ക് ഇന്ന് രക്ഷാപ്രവർത്തകരെത്തി. ഭക്ഷണവും കുടിവെള്ളവും അടക്കമുള്ള സംവിധാനം എത്തിച്ചു. വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ പുലർച്ചെയിലാണ് കോഴിക്കോട് വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായത്. മലയങ്ങാട് പാലം ഒലിച്ചുപോയതോടെ വായാട് ST ഊരിൽ കഴിഞ്ഞ 2 ദിവസമായി 40-ലേറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. വൈദ്യുതി മുടങ്ങുകയും പാലം തകരുകയും ചെയ്തതോടെ കുടിവെള്ളവും ഭക്ഷണവും ഇവർക്ക് ലഭിക്കാത്ത സ്ഥിതിയുണ്ടായിരുന്നു. അതിനാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് രക്ഷാപ്രവർത്തകർ എത്തിയതോടെ പരിഹാരമുണ്ടായത്. വായാട് ഊരിൽ ഒറ്റപ്പെട്ടവരുടെ അരികിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുകയായിരുന്നു. പ്രദേശവാസികൾക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും ഇവർ എത്തിച്ചു നൽകി. ഷാഫി പറമ്പിൽ MP-യും സ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിനിടെ ഇന്നലെ കാണാതായ റിട്ടയർഡ് അധ്യാപകൻ മാത്യു കുളത്തിങ്കലിനെ ഇന്നും കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനത്തിനെത്തിയ മാത്യു ഉരുൾപൊട്ടലിൽ അകപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വയനാടൻ മണ്ണിനിപ്പോൾ മനുഷ്യഗന്ധമാണ്. ഒന്നിരുട്ടി വെളുത്തപ്പോൾ ജീവിതം വഴിമുട്ടിയ നിരവധി ജീവനുകൾ തങ്ങളുടെ ഉറ്റവരെ തേടുന്ന കാഴ്ച